അങ്ങനെ വലിയൊരു മാരണം ഒഴിഞ്ഞു കിട്ടി. ഡാഡിയെ വേറെ നല്ല പട്ടിയെ മേടിച്ചു ഈ പൂടെയൊന്നും ഇല്ലാത്ത പട്ടിയെ ഡാഡി മേടിച്ചു തരാം കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് എൻ്റെ രോമമാണ്. നീ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കുക കേട്ടോ. തങ്ക തക്കടൂ. ആ ഹലോ അമ്പിളിക്കുട്ടൻ ചേട്ടാ. ആ പറഞ്ഞോ. വീട്ടിലുണ്ട്. ആ ക്ലീറ്റോയും ഉണ്ട്. ഓ കൊടുക്കണോ? അയ്യോ എന്തിന്? ഞങ്ങൾ അറിഞ്ഞില്ല അമ്പിളിക്കുട്ടൻ ചേട്ടാ. എന്തോ അവന് ഇത്രയ്ക്ക് നിന്നെ വിളിച്ച് പറയാൻ. എൻ്റെ നമ്പർ അറിയാലോ, അവൻ എന്നെ വിളിച്ചൂടെ? അതെ. ഓ നടരാജന് പട്ടീനെ കൊടുത്തപ്പോൾ നിങ്ങൾ പൈസ മേടിച്ചോ? പട്ടി അതിന് പൈസക്കാർ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തല്ലേ? പൈസ കൊടുക്കുന്നത് ചുമ്മാ എന്തായാലും പറയല്ലേ? എന്താണ് എന്താണ് മേടിച്ചില്ലേ? ആര് പൈസ വാങ്ങിച്ചു? ക്ലീറ്റോ പൈസ മേടിച്ചോന്ന്. തങ്ക ഞാനത് അവന് ഫ്രീ ആയിട്ട് കൊടുത്തു. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു പട്ടിയെ വേണം, അത് ഉള്ള പട്ടി ചത്തുപോയെന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ. പിന്നെ അതിന് പൈസ മേടിക്കണതിന് പിന്നെ അവൻ്റെ നക്കപ്പിച്ച മേടിച്ചിട്ടല്ലേ എനിക്കൊരു കാര്യം കഴിയും. അതാ ഇപ്പൊ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞേ. ഇവ ഈ കാര്യം ഒരു കാര്യത്തിനും സ്വസ്ഥത തരും. രമേന്ദ്രൻ ഈ കാര്യത്തിലൊക്കെ ഇടപെടണേ. നടരാജനെ പോലീസ് വിളിച്ചു. പോലീസോ? ആ പട്ടിയായിട്ട് പോയപ്പോഴേ ആ പട്ടി ഉടമസ്ഥനുള്ള പട്ടിയായിരുന്നു. അയാളുടെ പട്ടീനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായി. നടരാജൻ എന്ത് ചെയ്തു? നടരാജൻ എന്ത് ചെയ്ത്? ഈ ഗേറ്റ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ അയാളെ പോലീസ് പിടിച്ചു. പിന്നെ പോലീസ് പിടിച്ച ആദ്യത്തെ ഇടി തന്നെ നടരാജനുള്ള സത്യം പറഞ്ഞു 3000 രൂപ ക്ലീറ്റസിന് എണ്ണി കൊടുത്തിട്ട് മേടിച്ച പട്ടിയാന്ന്. ക്ലീറ്റോ മിണ്ടാ പ്രാണികൾ പോലും നിങ്ങൾ വെറുതെ വിടൂല അല്ലേ? അവിടെ നിൽക്കേ ക്ലീറ്റോ.